ഹായ് ഹലോ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്താണ് സക്സസ്? പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിജയജീവിതം എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരേ ഉള്ളൂ: യേശു കർത്താവ്. ഹല്ലേലൂയ. ലോകത്തോട് ചോദിച്ചാൽ പറയും സക്സസിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് കർത്താവായ യേശുവാണെന്ന്. ഹല്ലേലൂയ. വിജയജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സകലർക്കും ഒന്നേ ചെയ്യാനുള്ളൂ: കർത്താവിൻ്റെ ഹൃദയം അറിയുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹൃദയം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്തൊരു കർത്താവ്. യേശുവിൻ്റെ ഹൃദയം അറിഞ്ഞവരാരും ജീവിതത്തിൽ താളടിയായി പോയിട്ടില്ല, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടില്ല. കർത്താവ് വിശ്വസ്തൻ. കർത്താവിനെ ഒരിക്കൽ അറിഞ്ഞവർ, ആ സ്നേഹം അനുഭവിച്ചവർ പെട്ടെന്നൊന്നും അവനെ വിട്ടിട്ട് പോകത്തുമില്ല. ഇൻ കേസ് ഒരു പിന്മാറ്റം ഉണ്ടായാൽ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്രോസ്. ക്രൂശീകരണ സമയത്ത് 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല കർത്താവേ, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. പക്ഷെ കോഴി പോകുന്നതിന് മുന്നേ അറിയാതെ 3 പ്രാവശ്യം കർത്താവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. എന്നിട്ട് റിയലൈസ് ചെയ്തപ്പോൾ പത്രോസ് കരഞ്ഞൊരു കരച്ചിലുണ്ട്. ആ കരച്ചിലിൻ്റെ മുന്നിൽ കർത്താവിനോട് എന്തോരം സ്നേഹമുണ്ട് എന്ന് പത്രോസ് തെളിയിച്ചു. ആ കരച്ചിലിലും തിരിച്ചു വരവിലും പത്രോസിൻ്റെ ജീവിതം മാറി മറിഞ്ഞു. പത്രോസ് എന്ന പാറയിൽ പിന്നീട് ഒരു സഭ പണിയപ്പെട്ടു. ഹല്ലേലൂയ. ആ ജീവിതം സക്സസ്ഫുൾ ആയിരുന്നു, only because he has Jesus in his life. അതുപോലെ പല അനുഭവങ്ങളുണ്ട്. കർത്താവ് തോണിയിലുണ്ടായിരുന്നപ്പോൾ ഒത്തിരി അനുഗ്രഹമുണ്ടായിരുന്നു. ജീവിതത്തിൽ നന്മകൾ, സന്തോഷങ്ങൾ, സമാധാനം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാനൊന്നേ ഉള്ളൂ: accept Jesus as your Savior and Lord. Hallelujah. God bless you.